ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും മസിൽ ക്രാംസ് വരാറുണ്ടോ? എന്തുകൊണ്ടാണ് ഈ മസിൽ ക്രാംസ് വരുന്നത്? സാധാരണയായിട്ട് ഒരുപാട് ആൾക്കാരിലും കാലിലും കയ്യിലുമാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത്. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയുന്ന സമയത്ത്, അതായത് ഡീഹൈഡ്രേഷൻ വരുന്ന സമയത്ത് ഇതുണ്ടാവാറുണ്ട്. അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം ഇതുപോലെയുള്ള ധാതുക്കൾ നമ്മുടെ ശരീരത്തിൽ കുറയുന്ന സമയത്തും ഇത് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരിലും, അതുപോലെ മസിലിന് ആയാസമുള്ള പണികൾ ചെയ്യുന്ന സമയത്തുമാണ് ഇത് കൂടുതലായിട്ടുണ്ടാവുന്നത്. ഇതിനുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ, കൂടുതൽ വെള്ളം കുടിക്കുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പച്ചക്കറികളും ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സ് ഇതുപോലെയുള്ള സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. നേന്ത്രപ്പഴം കഴിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇടയ്ക്കൊന്ന് എണീറ്റ് നടക്കാനും, അതുപോലെ നമ്മുടെ കൈയും കാലും ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നതും നന്നായിരിക്കും. അതുപോലെ കഠിനമായിട്ട് വ്യായാമം ചെയ്യുന്നവരായാലും, അതുപോലെ തന്നെ ആയാസപ്പെട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളൊന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം, ബോഡി ഒന്ന് വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു മസിൽ ക്രാംസ് സാധാരണയായിട്ട് കൈക്കും കാലിനും ഒക്കെയാണ് വരുന്നത്. കൂടുതലായിട്ട് ബോഡിയിൽ ഫുള്ള് വരികയോ അല്ലെങ്കിൽ കൂടുതൽ ദിവസം ഇത് നിൽക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അതുപോലെ ചില ആൾക്കാരിലൊക്കെ കാലിൽ ഇങ്ങനെ ചുമന്ന് വരുന്ന ആ ഒരു രീതിയൊക്കെ വരാറുണ്ട്. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നമ്മുടെ കാലിലേക്കുള്ള രക്തയോട്ടം കുറയുന്ന സമയത്തും ഇതിങ്ങനെ വരാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കണ്ട് മരുന്ന് വാങ്ങിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.